3 ദശാബ്ദം മാത്രം നീണ്ട ജീവിതത്തിൽ 3 ദാമ്പത്യം. യൗവനം കൊഴിയും മുമ്പ് 30-ാം വയസ്സിൽ മരണം. പക്ഷേ ഒരു മഹാഭാഗ്യം, യഹലോകത്തു നിന്നുള്ള വേർപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായിട്ട്. എന്തിനേറെ ആയുസ്! നബി പത്നിയായി ഒരു ദിനം കഴിയാനായാൽ അതല്ലേ മറ്റൊരു സഹസ്രാബ്ദത്തെ ആയുസ്സിനേക്കാൾ നല്ലത്. ഇത് ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിന്തു ഹുസൈമ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കുകയും മുമ്പേ പ്രസിദ്ധയായിരുന്നു. സൈനബ് ധർമ്മം കൊണ്ട് അത്യുദാര ദാനശീല. എല്ലാവരും ആ ഔദാര്യത്തെ വാഴ്ത്തി. സാധുക്കളോട് അങ്ങേയറ്റം ദയാവായ്പുണ്ടായിരുന്ന അവർ അഗതികൾക്ക് അത്താണിയായി. അതവർക്ക് ഒരു വിളിപ്പേരും നേടിക്കൊടുത്തു, ഉമ്മുൽ മസാക്കി, അഥവാ പാവങ്ങളുടെ മാതാവ്. ആദ്യം അവരെ വിവാഹം ചെയ്തത് തുഫൈൽ ബിനുൽ ഹാരിസ് ആയിരുന്നു. ആ ദാമ്പത്യം നീണ്ടുനിന്നില്ല, വിവാഹ മോചനമുണ്ടായി. എന്നാൽ ജീവിത പങ്കാളിയില്ലാതെ അവർക്ക് അധികം കഴിയേണ്ടി വന്നില്ല. നന്മ നിറഞ്ഞ സൈനബിനെ തുഫൈലിൻ്റെ സഹോദരൻ തന്നെ വിവാഹം ചെയ്തു. ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി ശിഷ്യനായിരുന്നു ഉബൈദ റളിയല്ലാഹു അൻഹു. സൈനബ് റളിയല്ലാഹു അൻഹയോടൊത്തുള്ള ദീർഘദാമ്പത്യം അദ്ദേഹത്തിനും വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബദർ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. സൈനബ് റളിയല്ലാഹു അൻഹ വിധവയായ യുവതിയായി. നന്മ നിറഞ്ഞ പെണ്ണിന് ദീർഘദാമ്പത്യ സൗഭാഗ്യം ഇല്ലാതെ പോയതിൽ ബന്ധുക്കൾ സങ്കടപ്പെട്ടു. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹ റബ്ബിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നവളായിരുന്നു. അശരണർക്ക് ആശ്വാസമായിരുന്ന മഹദിയെ അള്ളാഹു കൈവടിഞ്ഞില്ല. ഭർത്തൃവിയോഗത്തിൻ്റെ ആ ശൂന്യതയിൽ അള്ളാഹുവിൻ്റെ സമ്മാനം തേടിയെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹമാലോചിച്ചു. സന്തോഷത്തോടെ അവർ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിന് വിട്ടു. അങ്ങനെ 12 ഊഖിയ സ്വർണം മഹറായി സ്വീകരിച്ച് സൈനബ് റളിയല്ലാഹു അൻഹ നബി പത്നിയായി. ഉമ്മുൽ മസാക്കീൻ അതോടെ ഉമ്മുൽ മുഅ്മിനീനായി. പാവങ്ങളെന്നോ പണക്കാരെന്നോ ഭേദമില്ലാതെ മുഴുവൻ സത്യവിശ്വാസികളുടെയും മാതാവ്. യഹലോകത്ത് ദീർഘവാസം വിധിക്കപ്പെട്ടവരായിരുന്നില്ല സൈനബ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായുള്ള ജീവിതം 8 മാസം പിന്നിട്ടതേയുള്ളൂ മരണം അവരെ തേടിയെത്തി. ഹിജറക്കു ശേഷം 3 വർഷം കഴിഞ്ഞ റബീഉൽ ആഖിർ സൈനബ് റളിയല്ലാഹു അൻഹ പരലോകയാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ മരണപ്പെട്ട 2ാമത്തെ ഭാര്യ. മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നു വിട പറഞ്ഞത്. അത് മക്കയിൽ വെച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി സൈനബ് റളിയല്ലാഹു അൻഹക്ക് മയ്യത്ത് നിസ്കാരം നടന്നു. മറ്റു ഭാര്യമാർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ഭാഗ്യം സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടി. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ കാലത്ത് മയ്യത്ത് നിസ്കാരം ഉണ്ടായിരുന്നില്ല. ബഖീൽ ഒരുക്കിയ ഖബറിൽ സൈനബ് റളിയല്ലാഹു അൻഹ അന്ത്യനിദ്രയായി. അല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുവാനും കഴിയുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ.